ഹലോ ഫ്രണ്ട്സ്, വളരെ മുമ്പിൽ നാളത്തെ വിശേഷങ്ങളൊക്കെ ഒരു സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ മനുശങ്കറും ശിവശങ്കറും പിന്നെ കമലയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കഴിവില്ലാഞ്ഞിട്ടല്ലേ, എടാ നിനക്ക് നിൻ്റെ അനിയനെ കുറിച്ചൊരു ചിന്തയുണ്ടോ, അല്ലെങ്കിൽ അവനെ ഇറക്കിക്കൊണ്ട് വരത്തില്ലേ, കാരണം നീയൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, കാരണം അവൻ്റെ നീയും അലീനയും ഭയങ്കര കമ്പനിയാണല്ലോ, അപ്പോൾ അലീനോട് പറഞ്ഞിട്ട് നിനക്കെങ്കിലും അവനും ജാമ്യം മേടിച്ചു കൊടുക്കത്തില്ലായിരുന്നു ചോദിക്കുമ്പോൾ അമ്മ എന്താ കാര്യം പറയുന്നത്. അമ്മ ഒരു കാര്യം പറയട്ടെ, അമ്മയുടെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ തെറ്റ് ചെയ്ത് മാത്രമല്ല, അവൻ മാത്രം ചെയ്തതാണോ കുഴപ്പമില്ല നോക്കാം, അവൻ രണ്ടുപേർക്കും കൂടെ കാഴ്ചവെക്കും കൂടി ചെയ്യുന്ന പെൺകൊച്ചിനെ. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വൃത്തികെട്ടത് ലോകത്തിൽ ചുരുക്കം ചിലരാരും മാത്രം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രവൃത്തി. അതൊക്കെ എന്നാൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് പോലും സംശയം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാനേ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി അവന് വെറുതെ വിടുമോ? അപ്പോൾ അവന് ശിക്ഷ കൊടുക്കാൻ പറ്റും. നീയൊക്കെ ഇങ്ങനെ പറഞ്ഞ നീ നിൻ്റെ അപ്പനും ഇങ്ങനെ ഇരുന്നോ പറഞ്ഞാൽ അവൻ ബാലചന്ദ്രനും അലിനെ കുറിച്ച് ഒന്ന് കയ്യും കാലും കാണിച്ച് അവനെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നീയും അല്ല എൻ്റെ മകൻ മാത്രമല്ല അകത്ത് കിടക്കുന്നത്, നീയൊക്കെ നിനക്കൊക്കെ ഒരു കുഴപ്പമില്ല, നിനക്കോ നിൻ്റെ അപ്പനോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. പറഞ്ഞ് ഞാനല്ല ഇവിടെ സഹിച്ച് നിൽക്കുന്നതെന്ന് പറയാം എന്ന് പറയാം. മനു പറയാം, അമ്മ എന്താ അറിഞ്ഞിട്ടാണ് പറഞ്ഞത്, ഞാനെന്ത് ശ്രമിക്കാഞ്ഞിട്ടാണ്, വക്കീലിനെ വെച്ചിട്ട് ഞാൻ വക്കീലോട് സംസാരിക്കാഞ്ഞിട്ടാണോ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ ഒന്നും ഇതിൻ്റെ അത് മൂവ് ചെയ്തിരുന്നിട്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നതൊക്കെ ചെയ്യുക. അല്ല നിങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മാർഗത്തിലോ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനത്തിലൂടെ അവൻ്റെ അടുത്ത് അത് മേടിക്കത്തില്ല, അതായത് ഈ ജാമ്യം മേടിക്കത്തില്ലായിരുന്നു ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ജാമ്യം മേടിക്കാമായിരുന്നു, പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ആ പെണ്ണിനെ അത് ബോധ്യപ്പെട്ടല്ലോ ആരൊക്കെ, അതായത് രോഹിത്തിനെ ഇറക്കി വിട്ടപ്പോൾ തന്നെ അവിടെ കൺഫർമേഷൻ വന്നു, അതായത് ബാക്കി 3 പേര് ചെയ്തെന്ന് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം നിങ്ങളുടെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നീയൊക്കെ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, ഞാൻ എങ്ങനെയാണ് എൻ്റെ മോനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേ പറ്റൂ, ഞാൻ ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന പറയുമ്പോഴത്തേക്ക് അമ്മ ഇറങ്ങിത്തിരിക്കണം, അമ്മ ഇറങ്ങിത്തിരിച്ച് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്താൽ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ, ഇതിൻ്റെ അകത്ത് എത്രമാത്രം നല്ലതും എത്രമാത്രം ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഏതൊക്കെ വഴിയിലൂടെ പോകണം എന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകത്തുള്ളൂ. അമ്മ ഇറങ്ങണം. അപ്പോൾ അമ്മ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ കുറ്റം പറയാൻ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ആണുങ്ങളായതുകൊണ്ട് ഞങ്ങൾ കുറ്റമ്പുറം മാത്രം ചെയ്ത് ഞങ്ങളെ കണ്ട അതിര് കവിഞ്ഞിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വൃത്തികെട്ട പ്രവൃത്തിയും ചെയ്ത്. അപ്പം ഞങ്ങളെക്കാട്ട് വലിയ ആൾക്കാരത്ത് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തൊന്നും നടക്കത്തില്ല. അമ്മ ഇറങ്ങിത്തിരിച്ച് ചെയ്യുമ്പോഴേ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോൾ ബാലചന്ദ്രൻ ഇറങ്ങണം, സബ് ജയിലിലേക്ക് പോകാൻ ഇറങ്ങണം. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മുടെ ബബിത ഓടിച്ചെന്ന് വണ്ടി കയറി ഇരിക്കുമ്പോഴത്തേക്ക് അമ്മ ചേച്ചി ഇതോടെ പോകാൻ ചോദിക്കുക. ചേച്ചി ഇതോടെ കൃഷ്ണമോളാണ് ചോദിക്കുന്നത്. അപ്പം പറയാം, നീ എന്തിനൊക്കെ തിരക്കുന്ന, കാരണം നീ ഇതിൻ്റെ ഇത് വലിയായിട്ടൊന്നും എൻ്റെ കാര്യത്തിൽ തിരക്കാറില്ലല്ലോ, നീ എന്തിനാ ഇറക്കുന്നത്. അതിൽ ചേച്ചി സ്കൂളിൽ പോകാല്ല കോളേജിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ബാഗ് കാണുന്നുണ്ട്, ഇപ്പോൾ ഇത് ബാഗ് കാണും, അല്ലെങ്കിൽ പിന്നെ ഈ ദിവസങ്ങൾ അങ്ങനെ ചേച്ചി കോളേജിൽ പോകാറില്ല, പിന്നെ എന്തിനാ കയറിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നീ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞാനതിനെക്കുറിച്ച് പറയടാ, ഞാനല്ല പോകുന്നത്, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചോളാം, നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് പറയുമ്പോൾ അമ്മനെ ചോദിച്ചെന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പം മനസ്സിലായി, കൃഷ്ണമൊക്കെ മനസ്സിലായി സബ് ജില്ലയിലേക്ക് പോകാൻ വേണ്ടി, അതായത് രോഹിതിനെ വിളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് അലീന ഒരുങ്ങി വരുന്നത്, അലീന ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്, പോകണ്ട എന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്ത് വരുന്നുണ്ട്. അലീന ഒരുങ്ങുന്നത്. അപ്പം ബാലചന്ദ്രൻ വന്നിട്ട് പറയും, വരുന്നുണ്ടോ മോളെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വരുന്നില്ല, അച്ഛൻ പൊക്കമെന്ന് പറയാം. ശരി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം കയറി വന്നിട്ട് ഡ്രൈവർ സീറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നീ ഉണ്ടോ, അച്ഛൻ ഞാനും വരുക, അതായത് കൂടുതലായിട്ട് കമ്പനിയിൽ നിന്നില്ല, നീ വരണ്ട എന്നൊന്നും പറയുന്നില്ല. അപ്പം അല്ല അച്ഛൻ ഞാനും വരട്ടെ എന്നൊന്നും ചോദിക്കുന്നില്ല. അപ്പം ഓക്കെ പറഞ്ഞ് പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നുണ്ട്, അല്ല നീ അല്ല അച്ഛാ ഒരു കാര്യം പറ്റേ. അപ്പം തന്നെ വൈജ വിളിക്കുന്നുണ്ട്, നമ്മുടെ രാവിലെ തന്നെ വൈജ ബബിതയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, വൈജ മോളെ എന്താ കാര്യങ്ങൾ എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അമ്മയെ ഞങ്ങൾ തന്നെ പൊക്കോണ്ടിരിക്കുക, സബ് ജയിലിലേക്ക് പൊക്കോണ്ടിരിക്കുക, അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി വരാമെന്ന് പറഞ്ഞു. ഉടനെ ശരി മോളെ പോയിട്ട് വാ, നീ തന്നെ പോകണം, അപ്പോഴേ ശരിയാകത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല, അനിയനൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ പോകുന്നമ്മേ എന്ന് പറഞ്ഞു ഇരിക്കും. അപ്പം എന്നിട്ട് കോള് കട്ടായി കഴിയുമ്പോഴത്തേക്ക് ചോദിക്കണ്ട, ഇതാരാ നിൻ്റെ അമ്മയായിരിക്കും വിളിക്കുന്നത്, അതെ അമ്മയാണ് വിളിക്കുന്നത് എന്നാണ്. ശരി എല്ലാം അവിടെ കിടന്നുകൊണ്ട് തന്നെ അറിയുന്നുണ്ടല്ലോ, വിവരങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അച്ഛൻ അമ്മയായിട്ട് ഒരുമിച്ച് ജീവിച്ചാലല്ലേ, അമ്മ ഇപ്പം ഡൈവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്, എന്താ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്, എന്താ ഞങ്ങൾക്ക് സമാധാനമില്ലാതെന്ന് അമ്മ പറയുന്നത് കേട്ടാൽ എന്നാ, അലീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അലീനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് തീരാനുള്ളതല്ലേ ഉള്ളൂ. ഉടനെ മര്യാദയ്ക്ക് നീരുന്നുണ്ടോ, നിനക്ക് നിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുക, നിനക്ക് സബ് ജയിലിൽ വരണമെന്നുണ്ടെങ്കിൽ മിണ്ടായിരുന്നോണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നെ ഇറക്കി വിട്ടിട്ട് പോകുന്ന പറയുമ്പോഴത്തേക്ക് അപ്പോൾ പറയാം, അതുകൊണ്ടല്ല എനിക്ക്
തോന്നി. കാരണം ഞാൻ അലീന വെറും ഒരു വേലക്കാരിയല്ലേ, അവളുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. കാരണം എന്നിട്ട് അമ്മയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെ അമ്മയും, അപ്പോൾ അച്ഛൻ്റെ ഭാര്യയും കൂടെ ചെന്നു. അപ്പം ഒരുമിച്ച് നമ്മളെല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ട, അവളെ ഇവിടെ കയറ്റുന്നതുകൊണ്ടല്ലേ അമ്മയ്ക്ക് വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഞാനും അലീനയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞവർ ഒന്നും വേണ്ടിയിട്ടില്ല. നീ അറിയത്തുമില്ല, ഒന്നുമില്ല, നീ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇറക്കി വിടാൻ മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിരിക്കണം. അപ്പം നേരെ സബ് ജയിലിൻ്റെ അടുത്ത് സബ് ജയിലിൽ ചെല്ലുമ്പോഴത്തേക്ക് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. ആ പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് പുറത്ത് വരുവാണ്. പുറത്ത് വരുമ്പോഴത്തേക്ക് ആ രോഹിത്തേന്ന് വിളിച്ച് നമ്മുടെ വിളിക്കുന്നുണ്ട്, നമ്മുടെ ബബിത വിളിക്കുന്നുണ്ട്. പക്ഷേ വലിയ മൈൻഡൊന്നുമില്ല. കാരണം അവൻ്റെ മാനസികാവസ്ഥ ഭയങ്കര, കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരു നല്ലൊരു ആശ്വാസം പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇനിയും കേസിന് പുറകെ പോകണം. അതുപോലെ തനിക്കുണ്ടായതായിട്ടുള്ള മാനക്കേട്, ഉപദ്രവം, അങ്ങനെയുള്ള ഒരുപാട് ശിക്ഷ അനുഭവിച്ചല്ലോ. അതിൻ്റെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഈ കാരണം ഒരുപാട് വലിയ വാർത്തയായതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബാലചന്ദ്രൻ വിളിച്ച് വണ്ടി കയറി ഇരുന്നിട്ട് ഒരു അക്ഷരം പോലും വിടുന്നില്ല. ബബിതയെ കണ്ടതായിട്ടുള്ള മൈൻഡൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ്. അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ രേവതിക്കുട്ടിയെ വിളിക്കുക നമ്മുടെ അലിനെ രേവതിക്കുട്ടി എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചേച്ചി അവിടുത്തെ വിശേഷം പറയിച്ചു, അവിടെയല്ലേ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു പറയുമ്പോഴത്തേക്ക് പറയാം അവളവിടെ വേറെ വിശേഷമൊന്നുമില്ല, അച്ഛനും ബബിതയും കൂടെ ചേർന്ന് അവനെ രോഹിത്തിനെ വിളിക്കാൻ പോയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ല അപ്പോൾ ചേച്ചി പോകുന്നില്ലേ? ഓ ഞാൻ പോകുന്നില്ല മോളെ, കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും ഓക്കെ ആയില്ലേ, ഇനിയിപ്പം ഞാൻ പോകേണ്ട കാര്യമൊന്നുമില്ല, നല്ല ബബിതയൊന്നും പോയിട്ടുമില്ല, അവരൊക്കെ പോയിട്ട് എല്ലാം സെറ്റാക്കി വരട്ടെ എന്ന് പറയുന്നത്. ഓക്കെ 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 ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്ന സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ ഇനിയും ഓരോ ദിവസം പുതിയ വിശേഷങ്ങളായിട്ട് കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.